ഡോക്ടർ, എന്താണ് യൂട്രൈൻ ഫൈബ്രോയിഡ്സ്? യൂട്രൈൻ ഫൈബ്രോയിഡ്സ് എന്ന് പറയുന്നത് സ്ത്രീകളിലെ ഗർഭപാത്രത്തിലുണ്ടാകുന്ന മുഴകളാണ്. ഗർഭപാത്രത്തിന് പ്രധാനമായിട്ടും 3 അറകളുണ്ട്, അല്ലെങ്കിൽ 3 ലേയേഴ്സ് ഉണ്ട്. അതിൽ ഉള്ളിലത്തെ ഭാഗം എന്ന് പറയുന്നത് എൻഡോമെട്രിയം എന്ന് പറയുന്ന ഭാഗമാണ്. അവിടെയാണ് നമ്മുടെ പീരീഡ്സ് ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഉണ്ടായി ബ്ലഡ് ഉണ്ടാകുന്നു, ആ ക്ലോട്ടായി പോകുന്നതൊക്കെ ആ ഭാഗത്താണ്. അതിൻ്റെ തൊട്ട് പുറത്തുള്ള മസിൽ ലെയറാണ് മയോമെട്രിയം എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്തായിട്ട് ഒരു പാരാമെട്രിയം എന്ന് പറയുന്ന ഒരു ലെയർ കൂടിയുണ്ട്. ഇങ്ങനെ 3 ലെയർ ഉൾപ്പെട്ടതാണ് യൂട്രസ്. അതിൽ ഫൈബ്രോയിഡ് എന്ന് പറയുന്നത് ഈ 3 ലെയറിലും എവിടെ വേണമെങ്കിലും ഫൈബ്രോയിഡ്സ് വരാം. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ഫൈബ്രോയിഡ് കാണുന്നത് മയോമെട്രിയത്തിലാണ്, അതായത് മസിൽ ലെയറിലാണ്. പക്ഷേ വളരെ അപൂർവമായിട്ട് എൻഡോമെട്രിയത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നതായിട്ടും ചിലപ്പോൾ യൂട്രസിൻ്റെ പുറത്ത് ഉണ്ടാവുന്ന ഫൈബ്രോയിഡുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ യൂട്രസിൻ്റെ ഏത് ഭാഗത്തും വേണമെങ്കിൽ ഫൈബ്രോയിഡ് വരാം. അതായത് യൂട്രസിൻ്റെ ഫണ്ടസ് എന്ന് പറയുന്ന ഭാഗം, ഏറ്റവും മേൽഭാഗം, അതുപോലെ യൂട്രസിൻ്റെ ഏറ്റവും താഴെ ഭാഗം സെർവിക്സ് എന്ന് പറയുന്ന ഭാഗം, യൂട്രസിൻ്റെ മുൻവശത്ത്, യൂട്രസിൻ്റെ പുറകുവശത്ത്, എവിടെ വേണമെങ്കിലും യൂട്രൈൻ ഫൈബ്രോയിഡ്സ് വരാം. ഇത് ക്യാൻസർ ആവാൻ സാധ്യതയുണ്ടോ? ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കുറവുള്ള ഒരു മുഴയാണ് ഈ ഫൈബ്രോയിഡ് യൂട്രസ്, അതായത് യൂട്രസിലുണ്ടാകുന്ന മുഴകൾ, ഈ ഫൈബ്രോയിഡ് മുഴകൾ. പക്ഷേ എന്നിരുന്നാലും നമ്മൾ 100% ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും രോഗസ്ഥിരീകരണം നടത്തുന്നതിനായിട്ട് സർജറി ചെയ്തിട്ട് ബയോപ്സി ചെയ്ത് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ MRI പോലുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ടോ ഒക്കെ നമുക്ക് പലപ്പോഴും ക്യാൻസറിൻ്റെ ഒരു സാധ്യത ദൂരീകരിക്കേണ്ടത് ആവശ്യമുണ്ട്.